കള്ളും കഞ്ചാവൊക്കെ മൂക്കുമ്പോ ഇങ്ങനെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ഇതൊക്കെ ഇവിടെ തന്നെ വന്ന് കേറുന്നല്ലോ. ഇയാള് ബാറിലെ സ്ഥിരം ബഹളക്കാരനാ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ട. കള്ളും കഞ്ചാവും ഒടിച്ച് നാട്ടുകാരെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ സ്ഥിരം പരിപാടിയാ. നന്നായിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാ മതി. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. അവിടെ കൊണ്ടുപോയി ഇടന്നേ. കളക്ടറേറ്റിൽ കയറി അക്രമം കാണിച്ചത് പരാതിയും കൊടുക്ക. കിടക്കട്ടെ കുറച്ചു ദിവസം. ഒന്ന് വാടോ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാന്. എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ള നൈസ് പണികൾ വരുമ്പോ നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നടന്നോളൂ, നടക്കേണ്ട രീതിയിലൊക്കെ. എന്താ ശരിക്കും ഉണ്ടായത്? ഫോണിൽ പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. കളക്ടർ ശാലിനി വിഷ്ണു വരുന്നത് വരെ കളക്ടറെ എതിർത്തുന്നതാ ശിവൻകുഞ്ഞ്. കളക്ടർ വന്നിറങ്ങി കഴിഞ്ഞ ഉടനെ പിന്നെ ശിവൻകുഞ്ഞിന്റെ പ്രവർത്തികൾ നേരെ തിരിച്ചായി പോയി സാറേ. ഞങ്ങൾക്കെതിരായിട്ടും ആ കളക്ടർക്ക് അനുകൂലമായിട്ടും ശിവൻകുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ഇത് അടച്ചുപൂട്ടിയാൽ അവരുടെ കുടുംബങ്ങളെല്ലാം പട്ടിണിയിലാവും. അവരെ സർക്കാരിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ക്വാറിയിലേക്ക് ജോലിക്കെടുക്കുന്ന കാര്യമല്ലേ, അത് ഞാൻ പരിഗണനയിൽ വെക്കുന്നുണ്ട്. ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അത് മതി. തൊഴിലാളികൾ പട്ടിണിയാകലെന്ന് എനിക്കും. കാര്യങ്ങൾ കണ്ടും കേട്ടും അവൻ പഴയതുപോലെ ഒന്ന് ആക്റ്റീവ് ആയിക്കോട്ടെ എന്ന് കരുതിയാ കൂടെ വിട്ടത്. അതിപ്പോ നമുക്ക് തിരിച്ചടിച്ചോ? ശിവൻകുഞ്ഞിന്റെ സംസാരത്തില് എന്തൊക്കെയോ അപാകതകൾ കാണുന്നുണ്ട് സാറേ. ഒരിക്കൽ രക്ഷിക്കാൻ ശ്രമിച്ചതും അതിനുശേഷം കളക്ടറുമായിട്ടുള്ള പരിചയവും നമ്മുടെ ശിവൻകുഞ്ഞിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ഇങ്ങനെ വെച്ചത് സംഭവിക്കുമോ? എടാ, നിന്റെ എർത്തായിട്ട് ഒരുത്ത് നടക്കുന്നില്ലേ? അവന്റെ പേരെന്താന്ന്? പേര് മോനെ ശിവം, നീ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത്? വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ അമ്മേ? എടാ, ഇതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാ. എല്ലാ പ്ലാനും കറക്റ്റ് ആയിരുന്നു. നമ്മുടെ കൃത്യം ഗൺ പോയിന്റ് തന്നെയാ കളക്ടർ ശാലിനി വന്ന് നിന്നതും. ഒന്ന് ട്രിഗർ വലിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എടാ, എന്നിട്ട് അതെങ്ങനെ മുത്തുവിന്റെ ദേഹത്ത് കൊണ്ടു? നിന്റെ ഉന്നം പഴച്ചിട്ടില്ല നീ തന്നെ പറയുന്നു. അത് സാറേ, ശിവൻകുഞ്ഞ് പിന്നെയും പറയുന്നു ശിവൻകുഞ്ഞെന്ന്. എടാ, കളക്ടർ ഉന്നം പിടിച്ച് വെടിവെക്കാൻ നിന്നതാരാ? നീയല്ലേ? പിന്നെ അതെങ്ങനെ കളക്ടറുടെ അടുത്ത് നിന്ന് മുത്തുവിന്റെ ദേഹത്ത് കൊണ്ടുവന്നാ ഞാൻ ഈ ചോദിക്കുന്നേ? എടാ, ശിവന് നിന്ന് കളക്ടറുടെ അടുത്ത്. ശിവൻകുഞ്ഞിന്റെ നിപ്പാണ് സാറേ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിച്ചത്. കളക്ടർ വെടിയേറ്റ് വീഴുന്നത് സ്വാമിയെ കാണിക്കാൻ വേണ്ടി രഞ്ജൻ അത് ക്യാമറ പകർത്തിയിരുന്നു. അതിന്റെ വിഷ്വൽസാ ഇത്. സാർ നോക്കേ. എടാ പൊട്ട, ഇത് നിനക്ക് ഉന്നം തെറ്റിയതാ. ഇല്ലെങ്കിൽ പിന്നെ മുത്തുവിന് വെടികൊള്ളില്ലല്ലോ. നിക്ക് ആരെയാ നോക്കുന്നേ? രാഘവൻ സാറിനെ നോക്കി വന്നതാ. രാഘവൻ സാറോ? ഏത് ഓഫീസിലോ? കളക്ടറേറ്റിലോ അതോ റീസർവേ ഓഫീസിലോ? അങ്ങനെ 2 ഓഫീസേ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അയ്യോ, രാഘവൻ സാർ ഇവിടെ വർക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെന്തിനാടോ താൻ അയാളെ ഇവിടെ വന്ന് നോക്കുന്നേ? സാറിന്റെ മകനെ കാണാനാണ് വന്നത്. ഇപ്പോ സാറിന്റെ മകനെ കാണാനില്ല. മകൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഈ കളക്ടറേറ്റിലാ. അതായത് അങ്ങനെ വരട്ടെ. വിഷ്ണുവിനെ തിരക്കി വന്ന ആ കാർണറുടെ കാര്യമാണോ ഈ പറയുന്നേ? ആ പ്രാന്തന്റെ? സൂക്ഷിച്ച് സംസാരിക്കണം. രാഘവൻ സാറിന് പ്രാന്തൊന്നുമില്ല. പിന്നെ എന്താ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്? ഭൂമി അച്ചുതണ്ടിന്ന് വഴുതി പോകാതിരുന്നത് ഭൂമിയിലുള്ളവരുടെ ഭാഗ്യം കൊണ്ടാ. അല്ല, പുള്ളിക്കാരൻ എന്താ പറ്റിയേ? നല്ല വീശാണല്ലേ? സാർ മദ്യപിക്കാറൊന്നുമില്ല. ഇവിടുത്തെ ADM പറഞ്ഞല്ലോ ബാറിലെ സ്ഥിരം കുഴപ്പക്കാരനാണെന്ന്. കൈ കിട്ടുന്നത് വലിച്ചെറിയും,
പോലീസിനെ വിളിക്കാൻ. ഒടുവിൽ ADM തന്നെയാ പോലീസിനെ വിളിച്ച് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നു എന്തിന്? എല്ലാം ADM സാറിനറിയാം. ബാറിലൊക്കെ ചെന്ന് സ്ഥിരം അടിയുണ്ടാക്കുന്ന ആളാന്നാ പറഞ്ഞു. നിന്റെ മനസ്സില് എനിക്ക് സ്ഥാനമില്ല. എന്റെ ശിവൻ എന്നെ വിട്ട് മറ്റെവിടേക്ക് പോയിരിക്കുക. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. ഡെയ്സി, ഞാനൊന്ന് പറയട്ടെ. ഇനി നീ ഒന്നും പറയണ്ട. ദുഷ്ടനാ നീ. അവസരത്തിനൊത്ത് നീ നിന്റെ സ്വഭാവം മാറ്റും. ഇത്രയും കാലം നിന്നെ ജീവനായിട്ട് കൊണ്ടു നടന്ന എന്നെ നീ ചതിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമില്ലെങ്കിൽ പിന്നെ നിന്നെ എന്ത് പറഞ്ഞാ ഞാൻ മനസ്സിലാക്കുക? ഇല്ല, ഇനി എന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ ഇനി ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാ. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ, ദ്രോഹി. ഡെയ്സി, ഞാൻ മിണ്ടരുത് നീ. എന്തായാലും നിന്റെ തനിനിറം ഇപ്പോഴെങ്കിലും പുറത്തു വന്നല്ലോ. കർത്താവിന് നന്ദി. നീ മുടിഞ്ഞു പോകത്തുള്ളൂടാ. ഡെയ്സി, ഇനി നമ്മൾ തമ്മിൽ കാണില്ല, ഒരിക്കലും കാണില്ല. ഞാൻ